വാ. അയ്യോ, ഇതാണോ നമ്മുടെ മുറി? ഇത് പൊളിയാട്ടോ. ഹായ്, നല്ല മെത്ത. എന്താ ഇത്? മെത്ത കണ്ടിട്ടില്ലേ? ഇവിടെ താമസിക്കുന്നതൊക്കെ കൊള്ളാം. ഞാൻ പറയുന്നത് പോലെ മാത്രമേ എന്ത് കാര്യം ചെയ്യാവൂ. അതൊക്കെ ഞാൻ ഏറ്റു. അമ്മ എന്നോട് എല്ലാം പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇവിടെ ആരോടും അങ്ങനെ അടുക്കാനൊന്നും പോണ്ട. എല്ലാം വിഷജന്തുക്കളാ. സ്നേഹമുള്ള ഒരു ഒറ്റ എണ്ണം ഇവിടെ ഇല്ല. അല്ല, രാജീവേട്ടന്റെ ജോലി എങ്ങനെ പോയത്? ഗൗരി, ജോലി പോയതല്ല, ഞാൻ രാജിവെച്ചതാ. അതെ, ഇവിടെ ഉള്ള എന്ത് ബിസിനസ് എന്നെ ഏൽപ്പിക്കാൻ പോകുന്നേ? അതൊന്നും എനിക്കറിയില്ല. പക്ഷേ ബിസിനസിന്റെ കാര്യത്തിൽ നമുക്ക് ചില തീരുമാനങ്ങളൊക്കെ എടുക്കാനുണ്ട്. എല്ലാം അവർ കൈയടക്കി വെച്ചിരിക്കല്ലേ. വിട്ടു തരുമെന്ന് കണ്ടറിയാം. ഗൗരിമോളെ, അമ്മേ, ഇനി ഇവന്റെ കാര്യത്തിൽ നീ വേണം ശ്രദ്ധിക്കാൻ. എന്തായാലും രാജീവേട്ടന്റെ ഈ വരവ് എല്ലാവരെയും ഒന്ന് ഞെട്ടിച്ചിട്ടുണ്ട്. ഇനി കാര്യങ്ങൾ മൊത്തത്തിലൊന്ന് കലങ്ങി മറിയണം. കാലങ്ങണം. എന്നാലേ കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് തെളിഞ്ഞു വരും. മോളെന്തായാലും സ്വത്ത് ഷെയർ ചെയ്യുന്നത് പറഞ്ഞതേ അവരെ ഒന്ന് ഞെട്ടിച്ചിട്ടുണ്ട്. ഉടനെ സ്വത്ത് ഭാഗം വെക്കൂ. നമ്മുടെ രണ്ടുപേരുടെയും പേരിൽ വേണം സ്വത്തെല്ലാം രജിസ്റ്റർ ചെയ്യാൻ. അതൊന്നും എളുപ്പം നടക്കാൻ പോകുന്നില്ല. ഇല്ലേ? ഇല്ല. അതിനുവേണ്ടി നമ്മൾ ഇവിടെ ഒരു യുദ്ധം തന്നെ നടത്തേണ്ടി വരും. യുദ്ധം നടത്തിയാലും വേണ്ടില്ല മോളെ. മോക്ക് അവകാശപ്പെട്ട സ്വത്ത് മോക്ക് തന്നെ കിട്ടുമല്ലോ. അതുകൊണ്ട് ഭാഗം വെക്കുന്ന കാര്യം മുറുകെ പിടിച്ചോണം. ഈ സ്വത്ത് ഭാഗം വെക്കുന്ന കാര്യം ഞാൻ ഒന്നും ആലോചിക്കാതെ ചാടിക്കേറി പറഞ്ഞു എന്നാണോ അമ്മയുടെ വിചാരം? അത് ഞാൻ ആലോചിച്ചുറപ്പിച്ച് തന്നെ പറഞ്ഞതാ. അത് പറയാൻ ഇതിനേക്കാൾ വലിയൊരു അവസരം വേറെയില്ല. അതുകൊണ്ടാ അമ്മയുടെയും രാജീവന്റെ മുന്നിൽ വെച്ച് ഞാനത് പറഞ്ഞത്. എന്തായാലും നിന്റെ ബുദ്ധി കൊള്ളാം മോളെ. പക്ഷേ അത് നടത്തിയെടുക്കാൻ ഇത്തിരി പാടുപെടേണ്ടി വരും. പിന്നെ ഗൗരിമോളെ, എനിക്ക് മോളോടൊരു കാര്യം പറയാനുണ്ട്. എന്താ അമ്മേ? അതെ, കുറച്ചുകൂടെ നയത്തില് വേണം ഇവിടെ നിന്ന് മുന്നോട്ട് നീങ്ങാൻ. മോളും നന്ദിനിയും കൂടെ ചേർന്ന് സ്വാതിയുടെ ക്ഷമ പറഞ്ഞേക്കും. ക്ഷമ പറയാനോ? ഞാനോ? അതിന് എന്നെ കിട്ടില്ല. ക്ഷമ പറഞ്ഞ് അയ്യോ, അതല്ല മോളെ. എല്ലാവരുടെയും കണ്ണിലെ കരടായി നിങ്ങൾക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ല. അത് മാത്രല്ല, ഇനി ചിലപ്പോ നിങ്ങളെ കൊണ്ടുപോകാൻ പോലീസ് ഇവിടെ വന്നാലോ? അത് വലിയ നാണക്കേടാവില്ലേ? അതുകൊണ്ട് തൽക്കാലം ഒന്ന് താഴ്ന്നു കൊടുത്തേക്ക്. അതുകൊണ്ട് സംഭവിച്ചതിൽ നിങ്ങൾ പശ്ചാത്തപിക്കുന്നുണ്ടെന്ന് എല്ലാരും കരുതിക്കോട്ടെ. അത് ഇവൻ ഇവിടെ വന്ന് കയറിയതിന്റെ മാറ്റമായിട്ട് എല്ലാരും കാണും. കണ്ട? ഓ, ഇപ്പൊ ഉടനൊന്നും വേണ്ട മോളെ. പിന്നെ എപ്പോഴെങ്കിലും മതി. ഞാൻ പറഞ്ഞത് മനസ്സിലായോ മോക്ക്? മനസ്സിലായി. ശരി അമ്മേ, ഞാനത് ചെയ്തു. അയ്യടാ ചക്കട കുട്ടി. പിന്നെ ഞാൻ ആ സ്വാതിപ്പടിനൊന്ന് കണ്ടിട്ട് വരാം. ചുമ്മാ സോപ്പ്. ഗൗരി, എന്താ? സ്വാതി മോളെ. അമ്മയാ? എപ്പോ വന്നു? ഇപ്പൊ വന്നതേ ഉള്ളു. സ്വാതി മോളെ, ഞാൻ മാത്രല്ല, രാജീവ് മോനും എന്റെ കൂടെ വന്നിട്ടുണ്ട്. ആണോ? എവിടെ? അതെ, ഗൗരിയുടെ മുറിയിലുണ്ട്. സംഭവിച്ചതറിഞ്ഞപ്പോഴേ രാജീവ് ഗൗരിയെ ഒരുപാടങ്ങ് വഴക്ക് പറഞ്ഞു. അതിനെ മോന്ത ഇങ്ങനെ വെച്ചിട്ട് പിടങ്ങിയിരിക്കുക. മോളോട് വന്ന് ക്ഷമ പറയണമെന്നാ രാജീവ് മോൻ പറഞ്ഞിരിക്കുന്നു. എല്ലാം സംഭവിച്ചിട്ട് ഇനി ക്ഷമ പറഞ്ഞിട്ട് എന്തിനാ അമ്മേ? തീ പിടിച്ചപ്പോ എനിക്ക് എന്തെങ്കിലും അപകടം സംഭവിച്ചിരുന്നെങ്കിലോ? എന്റെ പൊന്നുമോളെ, അതൊന്നും എന്നെ ഓർമ്മിപ്പിക്കല്ലേ. എനിക്ക് ഓർക്കാൻ വയ്യേ. ഓ, എന്തായാലും മോളിനി അതൊന്നും മനസ്സിൽ വെച്ചേക്കണ്ട. ആ പൊട്ട പിള്ളേരുടെ വിവരക്കേടേട്ടൻ കണ്ടാ മതി. എന്തിനമ്മേ ഇവരെന്നോട് ഇത്രയ്ക്ക് ശത്രുത കാണിക്കുന്നെ? ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ? എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കണമെന്ന് ആഗ്രഹിച്ചു പോയതോ? ആണോ അമ്മേ?
അതോ ഗൗരിക്കൊരു കുടുംബജീവിതം ഉണ്ടാവണമെന്ന് ആഗ്രഹിച്ചതോ? അമ്മ, എത്രയും പെട്ടെന്ന് അവളെവിടെ തിരികെ കൊണ്ടുപോകണം. പറ്റുമെങ്കിൽ ഇന്ന് തന്നെ. അയ്യോ മോളെ, അത് പറ്റില്ല. അതെ, രാജീവിന്റെ ജോലി പോയി മോളെ. തൽക്കാലം അവനെ കൂടി ഗൗരിയോടൊപ്പം ഇവിടെ ആക്കാൻ വേണ്ടിയാ ഞാൻ വന്നത്. ജോലിയില്ലാതെ അവൻ വലിയ വിഷമത്തിലാ മോളെ. ഇവിടെ ആകുമ്പോ നമ്മുടെ ഏതെങ്കിലും ഒരു ബിസിനസ് നിർത്താലോ. ദാ ഇനി ആ ഗൗരി പെണ്ണ് ഒരു പ്രശ്നം ഉണ്ടാക്കാതെ അവൻ നോക്കിക്കൊള്ളും. മോൾ ഈ കാര്യം ഒന്ന് നീലിനോടും അച്ഛനോടും പറയണേ. അമ്മ വിഷമിക്കണ്ട. രാജീവിനെ പറ്റിയ ഒരു ജോലി തന്നെ കൊടുക്കാൻ ഞാൻ അച്ഛനോടും ഏട്ടനോടും പറയാം. അയ്യോ എന്റെ പൊന്നു മോള്. സ്വാതിജി. ആ രാജീവേ, വാ രാജീവേ. എന്റെ കൂടെ രണ്ടുപേരും കൂടി ഉണ്ട്. ഇങ്ങോട്ട് കയറി വാ. രണ്ടാളും ചെന്ന് ഏടത്തിന്റെ ക്ഷമ പറയും. ഇനി അതൊന്നും വേണ്ട രാജീവേ. അത് വേണം സ്വാതിജി. ഗൗരി, മര്യാദയ്ക്ക് ഏടത്തിയോട് ക്ഷമ പറയും. വാ, ഇങ്ങോട്ട് വരാൻ. മക്കളെ, ചെയ്തു പോയ തെറ്റിന് ക്ഷമ പറയുന്നതിന് ഒരു മാനക്കേടും വേണ്ട. ആരുടെ അന്തസ്സോ അഭിമാനം ഒന്നും കുറഞ്ഞു പോകുകയില്ല. മാപ്പ് പറ. ഇനി ഒരു മറുചിന്ത വേണ്ട. പറ ഗൗരി. സ്വാതി, നീ ഞങ്ങളോട് ക്ഷമിക്കേ. ഞങ്ങൾ ചെയ്തത് തെറ്റ് തന്നെ. സോറി. സോറി അടുത്തി, സോറി. ഇനി പൊയ്ക്കോ രണ്ടാളും. നിക്ക്. ഈ പറഞ്ഞതിൽ എന്തെങ്കിലും ആത്മാർത്ഥതയുണ്ടോ രണ്ടാൾക്കും? പിന്നല്ലാതെ ഞങ്ങൾ ആത്മാർത്ഥമായിട്ട് തന്നെ പറഞ്ഞതാ. ശരി, പൊയ്ക്കോ. സ്വാതേജിക്ക് ഇപ്പൊ കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? ഇല്ല. എന്നാലും അപകടം കഴിഞ്ഞ് ഇത്രയും ദിവസമായിട്ടും മുറിവുകളൊക്കെ ഭേദപ്പെട്ടിട്ടും മനസ്സിലുണ്ടായ ഷോക്കിന്ന് ഞാൻ ഇതുവരെ മുക്തിയായിട്ടില്ല. ഒക്കെ ശരിയാവും ചേച്ചി. അതൊക്കെ അവരുടെ മണ്ടത്തരമായിട്ട് കണ്ടാ മതി. ഇനി നന്നാവും. ഞാനിവിടെ ഉണ്ടല്ലോ. ഞാൻ നോക്കിക്കോളാം. കണ്ടില്ലേ, ഇതാ ഇവന്റെ സ്വഭാവം. ഇവൻ ഗൗരി മാറ്റിയെടുത്തോളും മോളെ. എന്നാ പിന്നെ അമ്മ അങ്ങോട്ട് നിൽക്കട്ടെ. പോയിട്ട് വരാ. വാടാ. ശരി. ചേടാ, ഇതിപ്പോ ഗതികെട്ടവൻ തലമുട്ടയടിച്ചപ്പോ കല്ലുമഴ പെയ്തു എന്ന് പറഞ്ഞ പോലെ ആയല്ലോ. ഇനിയിപ്പോ എന്താടാ മക്കളെ ചെയ്യണ്ടേ? നമ്മൾ ഗൗരിയും കൊണ്ട് അങ്ങോട്ട് ചെല്ലുമെന്ന് അമ്മായി മുന്നേ കണക്ക് കൂട്ടി. ഓടുന്ന പട്ടിക്ക് ഒരു മുഴ മുൻപേ. അതാ ലൈൻ. ദേ, സാരമില്ല ചാ. എന്തായാലും ഗൗരിയും ഭർത്താവിനെയും നമുക്ക് അങ്ങനെ അങ്ങ് ഉപേക്ഷിക്കാൻ പറ്റില്ലല്ലോ. അതും ശരിയാ. അവന്റെ ജോലി പോയ സ്ഥിതിക്ക് നമ്മൾ അവനെ സഹായിച്ചല്ലേ പറ്റൂ. നമ്മളിപ്പോ എന്താടാ ചെയ്യാ? തൽക്കാലം ഗിരിയുടെ കൂടെ നിന്ന് ബിസിനസിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് പഠിക്കട്ടെ. അതിനുശേഷം നമുക്കൊരു തീരുമാനം എടുക്കാം. എന്തായാലും എല്ലാ സ്വത്തുക്കളും അവൾക്ക് കൂടി അവകാശപ്പെട്ടതല്ലേ. അപ്പൊ അവള് പറഞ്ഞതുപോലെ സ്വത്ത് ഭാഗം വെച്ച് കൊടുക്കാൻ പോവാണോ? തൽക്കാലം അത് വേണ്ടെന്നാ എന്റെ അഭിപ്രായം. ഉടനെ അതൊന്നും ചെയ്യാനല്ല, പക്ഷേ എന്നായാലും അത് ചെയ്തല്ലേ പറ്റൂ. അച്ഛാ, അവൾക്ക് എത്ര സ്വത്ത് കൊടുക്കുന്നതിലും ദേ ഞങ്ങൾക്കൊന്നും ഒരു പരാതിയില്ല അച്ഛാ. തൽക്കാലം രാജീവ് ഇവിടെ നിൽക്കട്ടെ. ഇപ്പൊ എങ്ങനെയുണ്ട്? കണ്ടില്ലേ അവള് നിങ്ങളോടങ്ങ് ക്ഷമിച്ചത്? ഇങ്ങനെ ഓരോന്ന് ചെയ്യുമ്പം 2 വട്ടം ആലോചിക്കണം. അല്ലാതെ എടുത്ത് ചാടി ഒന്നും ചെയ്യരുത്. എന്തായാലും അവളുടെ മുന്നിൽ മാപ്പ് പറഞ്ഞതേ ഞങ്ങൾ തോറ്റതുപോലെ തന്നെയാ. ആന്റി പറഞ്ഞതുകൊണ്ട് മാത്രം ഞങ്ങൾ ക്ഷമ ചോദിച്ചത്. അതുകൊണ്ട് വലിയ ഗുണം ഉണ്ടായില്ലേ? പിന്നല്ലാതെ. എന്ത് ഗുണം? അവള് ജയിച്ചു, അത്ര തന്നെ. അയ്യടാ, അല്ലെങ്കിൽ ഇപ്പൊ കാണാറുന്ന്
രണ്ടെണ്ണം കൂടെ പോലീസ് സ്റ്റേഷനിൽ പോയി ഇങ്ങനെ അഴി എണ്ണുന്നത്. എടി, അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിലേ അതോടെ തീർന്നേനെ നീലുമായിട്ടുള്ള നിങ്ങളുടെ എല്ലാ ബന്ധങ്ങളും. ഹ, എന്ത് ചെയ്തിട്ടായാലും ഈ വീട്ടിലെ സ്വാതിയുടെ അപ്രമാദിത്വം അവസാനിപ്പിച്ചേ പറ്റൂ. ഈ വീട്ടിലെ അവസാനത്തെ വാക്ക് ഇപ്പൊ അവളായി മാറിക്കഴിഞ്ഞു. അത് നമുക്ക് തീർത്തേ പറ്റൂ. ഇങ്ങനെ ആട്ടും തുപ്പും കേട്ട് ഇതിനകത്ത് ജീവിക്കാൻ വയ്യ. അടിയടി അടങ്ങി നിക്കടി, അധികം കിടന്ന് നെകളിക്കല്ലേ. ഒന്ന് നിലത്ത് നിക്കടി കൊച്ചേ. നീ ഏതവസ്ഥയെന്നാ ഈ വീട്ടിലേക്ക് കേറി എന്നുള്ള കാര്യവേ മറന്നു പോകരുത് മക്കളെ. ഈ വീട്ടിലേക്ക് നീ കേറാൻ കാര്യം തന്നെ പാവാ സ്വാതി കൊച്ച, അത് നീ മറക്കരുത്. തല മറന്ന് എണ്ണ തേക്കരുത് മോളെ. ആന്റി പറഞ്ഞത് നേരാ എന്ന് കരുതി എന്റെ ഭർത്താവ് അവരടിമയെ ജീവിക്കാൻ ഞാൻ സമ്മതിച്ചു കൊടുക്കണോ? അതിപ്പോ നിനക്കെന്നല്ല, ഒരു പെണ്ണും അത് അത്ര ഇഷ്ടപ്പെടത്തില്ല. ഇടി കൊച്ചി, അതിനാണ് ഞാൻ ഈ കളിക്കൊക്കെ കൂട്ടു നിൽക്കുന്നത്. എന്നാലും നിങ്ങൾ ഇപ്പൊ ചെയ്തത് അത് ഇത്തിരി കടന്നു കയ്യായിപ്പോയി. ഓ ഓ എന്നാലും ഇവരാ തീ കത്തിച്ചപ്പോ ആ കൊച്ചിന് ഗുരുതരമായിട്ട് എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിലോ? ആ, കൊലപാതക കുറ്റത്തിന് രണ്ടെണ്ണം ഇപ്പൊ ജയിലിൽ കിടന്നേനെ. ഇപ്പൊ ഒരു മാപ്പ് പറഞ്ഞുകൊണ്ട് കേസിൽ നിന്ന് രക്ഷപ്പെട്ടു അല്ലേ അമ്മ? എടാ, ആര് രക്ഷപ്പെട്ടെന്നാ? അന്വേഷണം ഒന്ന് മുറുകി വന്നാലേ ഇവളുമാര് രണ്ടും അകത്താവും, അത് തീർച്ചയാ. ആ മക്കളെ, അതിനു മുമ്പ് മഹേഷ് ഏട്ടനോടോ നീലിനോടോ പോയി കേസും പ്രശ്നങ്ങളും ഒന്നും വേണ്ട എന്ന് നിങ്ങൾ പറയണം. അത് പറയിപ്പിക്കാനാ ഈ കുടുംബത്തിന് നാണക്കേടിന്റെ കഥ ഞാൻ എടുത്തിട്ടത്. വല്ല മനസ്സിലായ? അല്ലെങ്കിൽ നിങ്ങൾ മാത്രമല്ല, എന്റെ കൊച്ചുകൂടെ അകത്ത് പോയി കിടക്കേണ്ടി വരും. അയ്യോ, ഞാനോ? ആടാ, ഗൂഢാലോചനയ്ക്ക് ഈ പെങ്കൊച്ച് ഇറങ്ങിപ്പോയത് നമ്മുടെ വീട്ടിൽ നിന്നല്ലേ? അതിനി നീ പറഞ്ഞു വിട്ടതാണെന്നെങ്ങാനും ആരെങ്കിലും പറഞ്ഞ നീയും കേസിലെ പ്രതിയാവും. ആ, എടാ കൊച്ചെ, കട്ടവനെ കിട്ടിയില്ലെങ്കിൽ കിട്ടിയവനെ കള്ളനാക്കുന്നൊരു കാലമാ ഇത്. പേടിപ്പിക്കാതമ്മേ. ആ, അതുകൊള്ളാം. ഞാൻ ജയിലിൽ പോയാലും എന്റെ രാജീവേട്ടനെ ജയിലിൽ വിടാൻ ഞാൻ സമ്മതിക്കില്ല. ആ, അങ്ങനെ വേണം. അമ്മേ, എന്ത് ചെയ്തിട്ടായാലും സ്വത്ത് ഭാഗം വെക്കുന്ന തീരുമാനത്തിൽ നിന്ന് ഒരു ഇഞ്ച് പോലും ഞാൻ പിന്നോട്ട് പോവില്ല. എനിക്ക് എന്റെ ഭാഗം കിട്ടിയേ പറ്റൂ. പിന്നെ രാജീവേട്ടൻ ആരാ? കോടീശ്വരനല്ലയോ? അപ്പൊ അമ്മയോ? അമ്മ കോടീശ്വരന്റെ അമ്മ. കൊള്ളാം. അപ്പൊ ഞാൻ മാത്രം ഈ കളിന്ന് പുറത്തല്ലേ? നിങ്ങളെല്ലാം കോടികളുടെ ഉടമേ. എനിക്കെന്ത് കിട്ടും? ഇടി പൊട്ടി, നിനക്കാ ഏറ്റവും കൂടുതൽ ഗുണം കിട്ടാൻ പോകുന്നേ. എനിക്ക് മാത്രമായിട്ട് ഇവിടെ സ്വത്തൊന്നും ഭാഗം വെക്കില്ല. ഗിരിക്കും കിട്ടും കോടികളുടെ സമ്പത്ത്. അപ്പൊ അവന്റെ ഭാര്യയായിട്ടുള്ള നീ പിന്നെ ആരാ? കോടീശ്വരിയല്ലേ? ദേ, ലക്ഷ്യം സാധിക്കും വരെ നമ്മൾ ഒരുമിച്ച് നിൽക്കണം, മനസ്സിലായല്ലോ? അമ്മ എന്റെ കൂടെ നിക്കില്ലേ? പിന്നെ ഉറപ്പ് നിക്കും. അത് മതി. ഈ കളിയില് നമ്മൾ തന്നെ ജയിക്കും. ഇവിടെയാണോ അവരുള്ളത്? ആ, അതെ. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഓർമ്മയുണ്ടല്ലോ അല്ലേ? എല്ലാം ഓർമ്മയുണ്ട്. ബോംബെയിൽ അന്ധേരിയിലുള്ള ഞങ്ങളുടെ ഓർഫനേജിലേക്കായിരിക്കും ഇവരെ കൊണ്ടുപോകുന്നത്. വേറെ കുഴപ്പമൊന്നും ഉണ്ടാവത്തില്ലല്ലോ അല്ലേ? സുധി, എത്രയോ വർഷങ്ങളായി ഞങ്ങൾ ഈ പ്രവൃത്തി ചെയ്യുന്നു. കേരളത്തിന്റെ പല ഭാഗത്തു നിന്നും ഇതുപോലെ ഒരുപാട് കുട്ടികളെ ഞങ്ങൾ രക്ഷിച്ചിട്ടുണ്ട്. അല്ല, ഈ പോലീസ്, കോടതി, അങ്ങനെ നിയമങ്ങൾ ഒരുപാടുണ്ടല്ലോ. നിയമങ്ങൾ ഒരുപാടുണ്ട്. പക്ഷെ അതുള്ളപ്പോ തന്നെയാണ് നമ്മുടെ നാട്ടിൽ ഇതൊക്കെ നടക്കുന്നത്. മതത്തിന്റെ കവചം അണിഞ്ഞ പ്രവൃത്തികൾ ഒരു നിയമപാലകനും ഇതുവരെ ചോദ്യം ചെയ്ത് ഞാൻ കണ്ടിട്ടില്ല. പോലീസും നിയമവും എല്ലാം അതിന് താഴെ മാത്രമേ വരൂ. അല്ല, അപ്പൊ പിന്നെ എന്റെ കാര്യം? സുധി, നിങ്ങൾക്കൊരു സമ്മാനം തീർച്ചയായും ഉണ്ട്. അത് പണമായി തന്നെ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് എത്തും. സുധി, ആരാ സുധി ഇത്? അപ്പച്ചി, ഇതാ ഞാൻ പറഞ്ഞ ഓർഫനേജിന്റെ ആള്, ബോംബെന്നാ. എന്റെ പൊന്നു കൊച്ചേ, അതുങ്ങളെ എങ്ങനെയെങ്കിലും ഇവിടുന്ന് ഒന്ന് കൊണ്ടുപോയാ മതി. ഇന്ന് തന്നെ കൊണ്ടുപോവോ? ഇന്ന് തന്നെ കൊണ്ടുപോകണമെന്നാണല്ലോ നിങ്ങളുടെയൊക്കെ ആഗ്രഹം. ആദ്യം എനിക്ക് ആ കുട്ടികളെ ഒന്ന് കാണണം. സുധി, ഒന്നിങ്ങി വന്നേ.
ആ വാസന്തി അകത്ത് ബോധം കെട്ട് കിടക്കുകയല്ലേ, ഇവര് കണ്ട കുഴപ്പമാവൂ? എന്ത് കുഴപ്പം? ഇതൊന്നും ലീഗലല്ലല്ലോ അപ്പച്ചി. അതൊന്നും ഇവർക്കൊരു പ്രശ്നമല്ല. ആ ഏറാടി വരുമ്പോ ഇവിടെ ഒരു കുഞ്ഞു പോലും ഉണ്ടാവാൻ പാടില്ല. എന്നാ വാ, വരൂ. വാ. അവരാണ്. ഞാനൊന്ന് കണ്ടോട്ടെ. അതിനെന്താ, പക്ഷേ ഒരാളവിടെ മയങ്ങിക്കിടപ്പുണ്ട്. അവര് ഉണരില്ലല്ലോ അല്ലേ? അതിനി സമയമെടുക്കും. ശരി, ഞാൻ നോക്കട്ടെ. എന്താ പേര്? രണ്ടുപേരും പേര് പറയൂ. ആന്റി ഏതാ? ഞങ്ങളെ രക്ഷിക്കാൻ വന്നയാണോ? അതെ, രക്ഷിക്കാൻ വന്നതാ. അങ്ങ് ബോംബെയിലേക്ക്. ഇവിടെയുള്ള കഷ്ടപ്പാടൊന്നും അവിടെ ഇല്ല. എന്താ, വരുന്നോ എന്റെ കൂടെ? വരുന്നോ സുന്ദരി? അയ്യോ, ബഹളം ഉണ്ടാക്കണ്ട. ഞാൻ പോയേക്കാം. ഞാൻ നിങ്ങളൊന്ന് കാണാൻ വന്നതല്ലേ. വിളിക്കണ്ട, ഞാൻ പോവാ. നിങ്ങൾ ബഹളം വെക്കണ്ട. ബൈ. എന്തായി? സുധി, എത്രയും പെട്ടെന്ന് കുട്ടികൾ ഇവിടെ നിന്ന് മാറ്റണം. അതിന് വേണ്ടത് ചെയ്യും. ഓക്കെ? കണ്ണു തുറക്ക് വാസ്നിയമ്മ. വാസ്നിയമ്മ, വാസ്നിയമ്മ കണ്ണു തുറക്ക്. വാസ്നിയമ്മന് എനിക്ക്. ചേച്ചി, വാസ്നിയമ്മ എണീറ്റു. വാസ്നിയമ്മയ്ക്ക് എന്താ പറ്റിയേ? ഞങ്ങൾ ഒത്തിരി പ്രാവശ്യം വിളിച്ചു. ഇന്നലെ രാത്രി മുഴുവൻ വിളിക്കുക. ആരാ എന്നെ ഇതിനകത്ത് കൊണ്ടിട്ടത്? ഏട്ടാ, ഏട്ടൻ എങ്ങോട്ട് ഈ സമയത്ത്? നമുക്ക് പോണ്ടേ? വേണ്ട, ഇന്ന് ഞാൻ അങ്ങോട്ട് ചെല്ലില്ലെന്ന് ഞാൻ അവരെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. നമുക്ക് നാളെ പോവാം. ഇന്ന് ഞാൻ ആകെ ഡിസ്റ്റർബ്ഡാ. ഏട്ടാ, സംഭവിച്ചതൊന്നും ഞാൻ വലിയ കാര്യമാക്കി എടുത്തിട്ടില്ല. നമ്മുടെ കുടുംബത്തിനുണ്ടാകേണ്ടിയിരുന്ന എന്തോ ഒരു വലിയ ദോഷം ഇങ്ങനെ അങ്ങ് ഒഴിഞ്ഞു പോയിന്ന് വിചാരിച്ചാ മതി. അതുകൊണ്ട് അവർക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ തോന്നിയത്. അത് മാത്രമല്ലല്ലോ, രാജീവും അമ്മ എന്തിനാ വന്നത്? അവനിവിടെ താമസിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ ഗൗരിയും രാജീവും അമ്മായും ചേർന്നൊരു ഒത്തുകളി ഇതിന് പിന്നിലില്ലേന്ന് എനിക്കൊരു സംശയമുണ്ട്. ദേ, ഇവിടെ നിന്നാ ഞാൻ ചിലപ്പോൾ നിയന്ത്രണം വിട്ട് എന്തെങ്കിലും പറഞ്ഞു പോകും. ഞാൻ കുറച്ച് ലേറ്റ് ആയിട്ട് വരൂ. ഹലോ മോളെ. ചേച്ചിയമ്മ, ഞങ്ങൾ ഇവിടെ പൂട്ടിട്ടിരിക്കുക. ചേച്ചിയമ്മ,
വിശക്കുന്നു ചേച്ചിയമ്മ. ഇവിടുന്ന് ഞങ്ങളെ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്കു ചേച്ചിയമ്മ. ഞങ്ങൾ ഇവിടുന്ന് എങ്ങോട്ടോ കൊണ്ടുപോവാ. എനിക്ക് പേടിയാവുന്ന ചേച്ചിയമ്മ. ചേച്ചിയമ്മ ഒന്ന് വേഗം വാ. മോളെ, ആരാ നിങ്ങളെ പൂട്ടിയിട്ടത്? പെട്ടെന്ന് വരണ ചേച്ചിയമ്മ. ഞങ്ങളെ രക്ഷിക്കാൻ വേറെ ആരുമില്ല. മക്കള് പേടിക്കണ്ട, നിങ്ങളെ ആരും ഒന്നും ചെയ്യില്ല. ചേച്ചിയമ്മ ഉടനെ വരാം കേട്ടോ.